ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കൊറിയൻ പാൻ കേക്കാണ്. മസ്റ്റ് ആയിട്ടും നമ്മൾ ട്രൈ ആക്കേണ്ട ഒരു അടിപൊളി പാൻ കേക്കാണത്. അപ്പോൾ നമ്മളിത് പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്കിത് വീട്ടിലുണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ മധുരം കൂടി പോകണ്ട കേട്ടോ. അപ്പോൾ ഒരു ചെറുതായിട്ടുള്ള മധുരം മാത്രം നമുക്ക് ഇതിലേക്ക് മതി. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് മാംഗോൻ്റെ എസൻസ് എടുത്തിട്ടുണ്ട്. ഒരു 4 ഡ്രോപ്പ് എസൻസ് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ വനില എസൻസ് ആണ്. അപ്പോൾ വനില എസൻസ് എന്തായാലും നമ്മൾ ഇതിലേക്ക് എടുക്കട്ടെ. അപ്പോൾ 1 ടീസ്പൂണ് വനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മൈദയാണ്. ഒപ്പം തന്നെ അതേ കപ്പിൽ 1 കപ്പ് പാല്, അതായത് മിൽക്ക് പൗഡർ, 1 കപ്പ് മിൽക്ക് പൗഡറിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് പൗഡർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ പാലെടുക്കുക. ഇനിയിപ്പോൾ ആ ഒരു മിക്സി ഒന്ന് 1/4 കപ്പ് വെള്ളത്തിൽ ചുരട്ടിയിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ദോശൻ്റെ ഒരു മാവുണ്ടല്ലോ, ആ ഒരു തിക്നെസ്സിന് വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്യാൻ വരുത്തിട്ടാ, ഒരു കുറച്ച് ലൂസിൽ വേണം നമുക്ക് ഇതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാൻ ചെറുതായി ചൂടാകുന്ന സമയത്ത് വേണം നമ്മൾക്ക് ഇതിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ബബിൾസൊക്കെ വന്നിട്ട് എന്താ പറയുക, കാണാനൊരു ഭംഗിയില്ലാത്തൊരു രീതിയിലായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ചൂടിൽ ഒരിക്കലും ഇടണ്ട, ചെറിയ ചൂടിലിട്ടിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കും വേണം. ഇത് വേഗത്തിൽ തന്നെ വേവായിട്ട് കിട്ടും കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പാൻ കേക്ക് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നമുക്കൊരു വിട്ട് വരുന്ന ഒരു രീതിയിലാവുമ്പോൾ നമുക്കിതൊന്ന് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ പാൻ കേക്ക് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് റിച്ചിൻ്റെ ക്രീമാണ് കേട്ടോ. അപ്പോൾ ഏത് ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. റിച്ച് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ നമുക്കിതൊന്ന് ബീറ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തിട്ട് എടുക്കൂല, ആ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ ക്രീം ഒന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ കുറച്ച് മാങ്ങ, നല്ല പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നല്ല പൊടിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നീളങ്ങത്തിൽ കട്ടാക്കിയിട്ട് അതും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ക്രീമും അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിനാണ് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു പാൻ കേക്കിൽ നിന്ന് ഒരു പാൻ കേക്ക് എടുത്തിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അതിനിപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റ് മെൽറ്റാക്കി വെച്ചിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ട് നമുക്ക് ഈ സെൻട്രലായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ചോക്ലേറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമുക്ക് ക്രീം ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റിനാടി കൂടുതലായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ക്രീമാണ് കേട്ടോ. ശരിക്കും ഇതിൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്കിതിൽ ചോക്ലേറ്റ് കൂടി ചേർക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചധികം തന്നെ ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കട്ടാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാംഗോൻ്റെ പീസ് എടുത്തിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇതാ പാൻ കേക്ക് മുഴുവനായിട്ട് തന്നെ ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ കഴിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പായതിന് ശേഷം വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിതൊരു ടേസ്റ്റ് ഉണ്ടാവുക.
ഇപ്പോൾ ഞാനൊരു കുറച്ച് ടൈം ഫ്രീസറിലും ബാക്കി ഫ്രിഡ്ജിലേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷം ഞാനിതൊന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ ഞാനിത് ഇതൊന്ന് കട്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മാംഗോയും അതുപോലെ തന്നെ ആ ഒരു ചോക്ലേറ്റും ക്രീമും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കൂടി ഇതിൽ ചേർക്കുന്ന ഒരു സമയത്ത് നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ആക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ബൈ.